ആ ക്ലാരെ, ബെറ്റിയോ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായി കാണാനില്ലല്ലോ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടാ? പിന്നെ അല്ലാതെ ഞാൻ എവിടെ പോവാനാ? അവളെന്തേ അന്ന? അവള് കോളേജിൽ എന്തോ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കൊണ്ട് വരുന്ന പറഞ്ഞത്. ഓ, ഞാൻ വിചാരിച്ചു വരത്തില്ലായിരിക്കും ഇന്ന്. വരും വരും. അവളുടെ കല്യാണമൊന്നും ആയില്ലേ? ആ. 21 വയസ്സായില്ലേ? ഇനി എന്നാ? ഒറ്റ മിനിറ്റ്, കോള് വരുന്നുണ്ട്. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോളെ, നീ എവിടെയാ? ഇവിടെ എല്ലാരും തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. അമ്മേ, എന്റെ മെഡിസിൻ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി വിത്ത് ഡിസ്റ്റിങ്ഷൻ. സത്യം? കൺഗ്രാലേഷൻസ് മോളെ, എനിക്ക് ഭയങ്കര സന്തോഷായി. നീ വേഗം അങ്ങോട്ട് വന്നേ. അമ്മേ, ഞാൻ വരണോ? അവിടെ ചാച്ചമാരൊക്കെ ഇല്ലേ? ചുമ്മാ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും മനുഷ്യനെ വട്ടാക്കും. അതൊന്നും ഇല്ല. ദേ, അല്ലെങ്കിലും നിന്റെ പപ്പ മരിച്ചതിന് ശേഷം നമ്മൾ ഒരു പരിപാടിക്കും കാണാറില്ലെന്നാ എല്ലാവരും കംപ്ലൈന്റ്. ഒന്ന് വന്നേടേ. ആ, ഞാൻ വരാം. അപ്പൊ ഓക്കെ ഡോക്ടർ അന്ന മാഡം. അയ്യോ, വലിയ സോപ്പുള്ളൊന്നും വേണ്ട, ഞാൻ വന്നേക്കാം. വേമ്പാ വേമ്പാ. ഇറങ്ങിയിട്ട് വരാം. കുറേ നേരം ഇവിടെ ഇരിക്കുന്നു. നീ എന്താ ലേറ്റ് ആയേ? ആ, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ചേച്ചി ഡോക്ടറായ കാര്യം ക്ലാരാൻഡി പറഞ്ഞല്ലോ. അല്ല, ഡോക്ടർ ആവാൻ ഇംഗ്ലീഷ് കുറേ അറിയണ്ടേ? അങ്ങനെയൊന്നുമില്ല. അല്ല, നിനക്ക് പണ്ട് ഇംഗ്ലീഷ് കാര്യമായിട്ട് അറിയില്ലായിരുന്നല്ലോ, അത് കാരണം ചോദിച്ചതോ. ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കാൻ ഇംഗ്ലീഷ് കഫേയുടെ ആപ്പ് യൂസ് ചെയ്താൽ മതി. അവരുടെ പേഴ്സണൽ ട്യൂട്ടറിന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കിയത്. ഓ, അപ്പൊ ഇംഗ്ലീഷ് കഫേ ഉണ്ട്, ഇംഗ്ലീഷ് പഠിക്കാല്ലേ? ആ, നീ ചെല്ല, അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുക. വാ, നമുക്ക് പോവാ. ഇനി ഇതിവിടെ ആരെങ്കിലും ബാക്കിയുണ്ടോ? പിന്നെ അല്ലാതെ, എന്റെ മോള് ഡോക്ടറെ 4 പേര് അറിയട്ടെ. അല്ലേ ക്ലാരമ്മേ? അന്വേഷിച്ച ആളെത്തി. എടി കൊച്ചേ, നീ ഞങ്ങളൊക്കെ അറിയോ? വാ, ഇരിക്കെ. വലിയ പെണ്ണായി പോയല്ലോ. മെഡിസിൻ ഒക്കെ കഴിഞ്ഞല്ലേ? അപ്പൊ ഒരു കുട്ടി ഡോക്ടറായി അല്ലേ? ശരിയാ. അതെ അതെ. എടി, നമ്മുടെ മീന് ഈ കൊച്ചൊക്കെ ഒരു പ്രായല്ലേ? പിന്നല്ലാതെ, എന്നെ പ്രസവത്തിന് ലേബർ റൂമിൽ കയറ്റുന്ന നേരത്തല്ലേ ക്ലാരയുടെ പ്രസവം. ഇന്നാ കൊച്ചിന്റെ മാമോദീസ വരെ. അതെ, അപ്പൊ അടുത്ത വിളാണ്. പെൺപിള്ളേരെ 10-24 വയസ്സിൽ കെട്ടിച്ചു വിടണമെന്നേ. ആ, ഇല്ലെങ്കിൽ പിന്നെ നാട്ടുകാർ അത് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കും. ഓ, നമ്മുടെ മീനയുടെ മോളുടെ കാര്യം അറിഞ്ഞില്ലേ? ആ കൊച്ചെപ്പോഴും പഠിത്തം എന്ന് പറഞ്ഞിട്ട് 17 വയസ്സായി, ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. ഇനി എന്നാ? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു, എത്ര ബന്ധമില്ലാതെ അവസാനം അവളുടെ ഭാര്യ കൊണ്ട് അപ്പനെ കിട്ടി. അതെ, നമ്മുടെ കണ്ണടനേക്ക് മുമ്പ് നമ്മുടെ മക്കളൊരു കരക്കേൽപ്പിക്കണം, അല്ല ക്ലാരെ? അല്ല, അവളിപ്പോ കോഴ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്ത് കോഴ്സ്? എന്റെ ക്ലാരെ, എന്റെ മോളാനു MBA റാങ്കുകാരിയല്ലേ. എന്നിട്ട് എന്തുണ്ടായേ? ഞാൻ അവളെ പ്രവീണിനെ കൊണ്ട് കെട്ടിച്ചു. 2 പിള്ളേരായി, അവര് ഹാപ്പി ആയിട്ട് ജീവിക്കണം. MBA പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പോ. അതേന്നേ, അല്ലേലും ഒരു പരിധി കഴിഞ്ഞ പെമ്പിള്ളേരെ കെട്ടിച്ചു വിടുക തന്നെ വേണം. ഏതെങ്കിലും ഒരു ആണിന്റെ തണലിൽ ഒതുങ്ങി കൂടുക തന്നെയല്ലേ നല്ലത്. നമ്മളൊക്കെ MBA മെഡിസിനും പഠിച്ചിട്ടാണോ 3 പറ്റതും കുടുംബം നോക്കണതും? നല്ലൊരു ഡോക്ടർ വേനത്തിന് നോക്കിയാലോ? എന്താ എന്നെ മോളെ? എനിക്കിപ്പൊ കല്യാണം താല്പര്യമില്ല ചാച്ചാ. അതെന്താടി, നിനക്ക് ഞങ്ങളറിയാതെ വല്ല ചുറ്റിക്കളി ഉണ്ടോ? അത് ശരി. അപ്പൊ നിന്റെ കല്യാണത്തിന്റെ ഒരു ചോറിനല്ലയോ ഞങ്ങൾക്ക് ഇല്ലാന്ന് നീ പറഞ്ഞേ? അല്ല, നമ്മുടെ ബേസിൽ അവന് പിന്നെ പരിപാടി. അവനിപ്പോ അവന്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഏതൊക്കെ ജോലിയൊക്കെ തെരഞ്ഞു നടക്കുവാന്നേ. ആഹാ, എന്നിട്ടാണോ? എന്നാ പിന്നെ അവന്റെ കല്യാണം നമുക്കങ്ങ് നടത്തിയാലോ? ഒരു ഇലക്കുള്ള ചോറ് നമുക്ക് അന്ന് കഴിക്കാലോ. അതെങ്ങനെ ക്ലാരെ? അവൻ ആൺകുട്ടിയല്ലേ, സ്വന്തം കാലിൽ നിൽക്കണ്ടേ? 10 കാശ് സമ്പാദിച്ചിട്ട് വേണ്ട പെണ്ണ് കെട്ടാൻ. അല്ല പിന്നെ അവനെ പോലെയല്ലേ ചേട്ടാ ഇവളും. ആൺകുട്ടികൾക്ക് മാത്രം സ്വന്തം കാലിൽ നിന്നിട്ടേ കെട്ടാവൂ. തോന്നത്ര പഠിക്കാം, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു പെണ്ണ് 10 അക്ഷരം പഠിക്കാൻ ശ്രമിച്ചാൽ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചാലോ, അപ്പൊ എല്ലാരും കൂടെ അവളെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് കെട്ടിക്കണം. ഇനി കെട്ടാൻ ഇത്തിരി വൈകിയാലോ, അപ്പൊ തുടങ്ങും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി അവക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ. പെൺകുട്ടികളെ എത്രയും വേഗം കെട്ടിച്ചു വിട്ട് നമ്മുടെ ബാധ്യത തീർക്കുന്നതിലല്ല വത്സേ കാര്യം. അവരെ സ്വന്തം കാലം നിൽക്കാൻ പഠിപ്പിക്കുന്നതിലാണ് നമ്മൾ അമ്മമാരുടെയൊക്കെ വിലയിരിക്കുന്നത്. വത്സേപ്പ അനുയുടെ കാര്യം പറഞ്ഞല്ലോ, വലിയ കാര്യത്തിൽ നീ പറഞ്ഞു അവൾ MBA റാങ്ക് ഹോൾഡറാണ്, അവളെ പഠിപ്പിച്ചു, കെട്ടിച്ചു, കുടുംബമായി എന്നൊക്കെ. അവൾ എന്തെങ്കിലും ആ ലൈഫിൽ ഹാപ്പി ആണോ എന്ന് വത്സ അന്വേഷിച്ചിട്ടുണ്ടോ? ആണിന്റെ തണലിൽ നിൽക്കുമ്പോഴല്ല വത്സേ പെണ്ണ് പെണ്ണാവുന്നത്.
പെണ്ണ് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവളെ പിടിച്ച് കെട്ടിക്കാം. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്താല് നിങ്ങളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എങ്ങനെ പറഞ്ഞാലും ശരി, ഒരു 10-25 വയസ്സായി കഴിഞ്ഞാല് ഒരു പെൺകുട്ടിക്കോ ചെറുക്കനോ ഒരു പരിപാടിക്ക് പോകാൻ പറ്റില്ല. വീട്ടുകാരെക്കാൾ വിഷമം നാട്ടുകാർക്കും ബന്ധുക്കൾക്കോ. നമ്മുടെയൊക്കെ കാലത്ത് ഒന്നധികം പഠിക്കാനോ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മുടെ മക്കൾക്ക് അന്ന് നമുക്ക് കിട്ടാത്തത് ഇന്ന് സാധിച്ചു കൊടുക്കല്ലേ വേണ്ടത്. ഇവിടെ പപ്പ മരിച്ചപ്പോ എന്റെ കുടുംബം നോക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാവും. അന്ന് ഞാൻ 2 അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഇനിയും പഠിക്കണമെങ്കിൽ ഞാൻ അവളെ പഠിപ്പിക്കും. അവൾ എന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ അവൾക്കൊരു കൂട്ട് വേണമെന്ന് അവള് പറയുന്നോ അന്ന് എല്ലാവർക്കും 1 ഇല ചോറ് ഞാൻ തരാം. അതല്ലേ ശരി ചേട്ടായി? അയ്യോ, ഞാൻ അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി. അതറിയാം, ഞാനും അവളുടെ ഭാവിക്ക് വേണ്ടി തന്നെയാ പറഞ്ഞത്. പിന്നെ ഈ MBBS എന്ന പരിപാടി അങ്ങനെ എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. അതിന് തലയിൽ കുറച്ച് ആൾതാമസമൊക്കെ വേണം. അവളിപ്പോ അവളുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യട്ടെ. ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. പിന്നെ 10-30 വയസ്സിനുള്ളിൽ തന്നെ കെട്ടിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വിടാനൊന്നും പോണില്ല, അല്ലേ? അല്ല, അത് ശരിയാണ്. ഞാനേ ഒന്നിറങ്ങട്ടെ കേട്ടോ, അല്ലെങ്കിൽ സമയം വൈകാതെ. ശരി. എടി ബാ, ഒന്ന് വാ, വെള്ളം വാ, ഇറങ്ങാം. വാ. വാ, വാ. നമ്മുടെ തോമാച്ചന്റെ മോളെ കണ്ടില്ലല്ലോ. കല്യാണമായി. ഉം. ഉം. എന്റെ ചക്കര ക്ലാരാമേ, ലവ് യു. അല്ല, നീ സത്യത്തിൽ നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോടി? ക്ലാരാമേ, ഉം.